സ്നേഹമുള്ളവരെ, ഏതാനും ചില കാര്യങ്ങൾ അറിയിക്കുന്നത്. ഇന്ന് വിശുദ്ധ ബലിക്ക് വേണ്ടി ദേവാലയവും ദേവാലയ അന്തരീക്ഷവും എല്ലാം വളരെ ഭംഗിയായി ക്രമീകരിച്ചത് കർമ്മല മാതാ യൂണിറ്റാണ്. ഇടവകയോട് ചേർന്ന് കിടക്കുന്ന ഒരു യൂണിറ്റ്. എല്ലായ്പ്പോഴും ഏതാവശ്യത്തിന് വരുന്ന സഹോദരങ്ങൾ. ഇന്ന് നിറഞ്ഞ സാന്നിധ്യം, കാഴ്ച സമർപ്പണത്തിന്, അതേപോലെ പ്രാർത്ഥനകൾ എല്ലാറ്റിനും കർമ്മല മാതാ കുടുംബ യൂണിറ്റിലെ ഓരോ കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് ഭാരവാഹികൾക്കും ആത്മാർത്ഥമായ നന്ദി, അഭിനന്ദനം. വരുന്ന ആഴ്ച ഈ സേവനങ്ങൾ ചെയ്യേണ്ടത് മഞ്ഞമാതാ കുടുംബ യൂണിറ്റ് ആയിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി കുടുംബ യൂണിറ്റ് കുർബാന മധ്യേ കാഴ്ച സമർപ്പണം ലഭിച്ച തുക 4220 രൂപയാണ്. പ്രത്യേകം നന്ദി. കഴിഞ്ഞ ആഴ്ചയിലെ സഞ്ജി പിരിവ് മാസാദ്യ ആഴ്ചയായിരുന്നു. ബസലിക്കയിൽ 37,080 രൂപ, സെൻറ്റ് റോക്കി ദേവാലയത്തിൽ 11,786 രൂപ, സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ 4,980 രൂപ. വരുന്ന ബുധനാഴ്ച 14-ാം തീയതി, ബുധനാഴ്ച 17-ാം തീയതി വിഭൂതി ബുധനാഴ്ചയാണ്. എൻ്റെ 14 ഇന്ന് കുറച്ച് കൺഫ്യൂഷൻ ആയതാണ്. അടുത്ത ബുധനാഴ്ച എന്ന് തന്നെ പറയും. 14-ാം തീയതി വിഭൂതി ബുധനാഴ്ച. ബസലിക്കയിൽ 5:15 മണിക്ക് പ്രഭാത പ്രാർത്ഥന, 5:30 മണിക്കാണ് ദിവ്യബലി. ഓർക്കുക, വിഭൂതി ബുധനാഴ്ച അടുത്ത ബുധനാഴ്ച രാവിലെ 5:15 മണിക്ക് പ്രഭാത പ്രാർത്ഥന, 5:30 മണിക്ക് തന്നെ ദിവ്യബലി ആരംഭിക്കും. രണ്ടാമത്തെ കുർബാന 7:15 ആയിരിക്കും. അതേപോലെ സെൻറ്റ് റോക്കീസ് ദേവാലയത്തിൽ 6:30 തിരുക്കർമ്മങ്ങൾ സാധാരണ പോലെ. വരുന്ന ബുധനാഴ്ച സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ സായാഹ്നത്തിൽ തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല എന്നുകൂടെ അറിയിക്കുന്നു. നോമ്പുകാലത്ത് എല്ലാ ദിവസങ്ങളിലും രാവിലെ 6 മണിക്കുള്ള കുർബാനയെ തുടർന്ന് കുരിശിൻ്റെ വഴി പ്രാർത്ഥന. അതേപോലെ നോമ്പുകാലത്തിലെ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 6:30 ദേവാലയത്തിന് പുറത്ത് മുൻവശത്തെ കോമ്പൗണ്ടിൽ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയുമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നാം ചെയ്തു വരുന്നതാണ്, അത് തന്നെ തുടരുന്നു. അതേപോലെ നോമ്പുകാലത്തിലെ വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:30 മണിക്ക് ദേവാലയത്തിനകത്താണ് തിരുക്കർമ്മങ്ങൾ, ദിവ്യബലി, കുരിശിൻ്റെ വഴി പ്രാർത്ഥന. കഴിയുതും എല്ലാവരും എല്ലാ ദിവസവും. ഇന്ന് ഇടയലേഖനത്തിൽ നാം കേട്ടതുപോലെ വളരെ മനോഹരമായ സന്ദേശമായിരുന്നു. നോമ്പുകാലത്ത് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ, അതുപോലെ കുടുംബാംഗങ്ങളോടൊത്ത് ഒരുമിച്ച് കാണുവാനും ഭക്ഷിക്കാനൊക്കെ സമയം കണ്ടെത്തുക. നോമ്പുകാലത്ത് എല്ലാ ദിവസവും കുർബാനയെ തുടർന്ന് കുമ്പസാരിക്കാൻ അവസരമുണ്ടാകും. ഒരു കുമ്പസാര കൂടുതൽ അച്ഛനെ കണ്ടില്ലെങ്കിലും സങ്കീർത്തിയിൽ പറഞ്ഞാലും മതിയാകും. ഇന്ന് 8:30 മണിക്ക് കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. നമുക്കറിയാം, ഇന്ന് അഭിനയ പിതാവിൻ്റെ സ്വീകരണ ദിവസമാണ്. അതൊരു 8:30 മണി കുർബാനയില്ല. മതബോധന ക്ലാസ്സുകൾ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, എത്തേണ്ട സമയമൊക്കെ. കഴിഞ്ഞ ആഴ്ച മാതാവിൻ്റെ നൊവേന നേർച്ച, ഇന്നലെ നൊവേന നേർച്ച ഒരുക്കിയത് ഉണ്ണിമിശിഹ കുടുംബ യൂണിറ്റാണ്. അടുത്ത ആഴ്ച ഒരുക്കേണ്ടത് 10-ാം പിയൂസ് കുടുംബ യൂണിറ്റാണ്. അഭിനമ്രോസ് പിതാവിൻ്റെ സ്വീകരണവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാ ഭവനങ്ങളിലും നോട്ടീസ് എത്തിയിട്ടുണ്ട്. നമ്മളെക്കൊണ്ടാകാവുന്ന വിധത്തിലൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഏറെ പേര് ഇതിനു വേണ്ടി ഈ ദിവസങ്ങളിലെല്ലാം ഓടി നടക്കുകയാണ്. എല്ലാവരും ഒരു മനസ്സാണ്. ഇതിന് നേതൃത്വം നൽകുന്നവർ, അതേപോലെ തന്നെ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, കുടുംബ യൂണിറ്റിലെ അംഗങ്ങൾ. അങ്ങനെ ഇതൊരു ഇടവകയുടെ ആഘോഷമാണ്, ഇടവകയുടെ ഉത്സവമാണ്. ഒപ്പം വലിയൊരു സാമുദായിക ഐക്യം അതുകൂടെയാണ്. നമ്മുടെ വിശ്വാസം അതെല്ലാം ഈ വിധത്തിലും കൂടെ നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് 3:30 മണിക്കാണ് അഭിനയ പിതാവിനെ ഇരുചക്രവാഹന റാലിയോടെ മാലിങ്കര കോളേജിന് സമീപത്ത് നിന്ന് എതിരേൽക്കുക. 3:45 മണിക്ക് മാണി ബസാറിൽ നിന്ന്
പക്ഷേ നേരത്തെ എത്തണം. 3 മണിക്ക് എങ്കിലും എത്തിയാൽ നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റുള്ളൂ. കാരണം സമയം നാം കൃത്യമായിട്ടൊക്കെ പാലിക്കാമെന്നോർത്താണ്. പിന്നെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം. നമ്മൾ ഒരു ദിവസം നമ്മുടെ മഞ്ഞുമാതാവിൻ്റെ ഒരു മകന് വേണ്ടി നമ്മുടെ കൂട്ടായ്മ ലോകത്തെ സാക്ഷ്യപ്പെടുത്താനായിട്ട് അങ്ങനെ കാണുക. നമ്മളൊരു ദിവസം നമ്മൾ മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് 3 മണിക്കെങ്കിലും മാണി ബസാറിൽ എത്തിച്ചേരണം. എല്ലാ കുടുംബ യൂണിറ്റുകൾക്കും അവർ നിൽക്കേണ്ടുന്ന സ്ഥലത്തിൻ്റെ നിർദ്ദേശമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. അതേപോലെ കുർബാന കഴിഞ്ഞിട്ടുള്ള പൊതുയോഗം വേദി ഒരിക്കലും ശുഷ്കമാകരുത്. അത് നമുക്ക് മോശമാണ്. അത് ഞാൻ പിന്നെയും പറയുകയാണ്. കുർബാന കഴിഞ്ഞുള്ള പൊതുയോഗം കഴിയുതും വേഗത്തിൽ തന്നെ തീർക്കാം. ഏറെ പേരുടെ പേരുണ്ട്, എല്ലാവരും ഒന്നും പ്രസംഗിക്കില്ല. 2-3 മിനിറ്റൊക്കെയാണ് അനുവദിച്ചിരിക്കുക. അപ്പോൾ അക്കാര്യം ഓർത്ത് ആരും ടെൻഷൻ പിടിക്കേണ്ട. പൊതുയോഗത്തിലും, കാരണം നമ്മുടെ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയല്ലേ. അപ്പോൾ ഇനി ഇങ്ങനൊരു അവസരം എനിക്കറിയില്ല എത്ര കാലം കഴിഞ്ഞ് പള്ളിപ്പുറത്ത് നീ ഭാഗ്യമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുർബാനയിലും അതേപോലെ പൊതുയോഗത്തിലും പിന്നെ കലാപരിപാടികളിലും പിന്നെ കുറച്ച് സ്നേഹവിരുന്നൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആരും പട്ടിണിയായിട്ട് വീട്ടിൽ പോകരുത്. അപ്പോൾ എല്ലാവരും ഞാൻ വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെയും കുർബാന വന്നവരും വരാത്തവരും എല്ലാവരും ഇന്ന് സായാഹ്നത്തിൽ ഇന്നിവിടെ ചെലവഴിക്കാം. ഇന്ന് മാതാവിൻ്റെ കൂടെ ഒരു മെത്രാൻ്റെ കൂടെ മാതാവിൻ്റെ കൂടെ നമുക്ക് ഇന്നിവിടെ അങ്ങോട്ട് കൂടാം. നമുക്ക് രാത്രിയാകുമ്പോൾ പിരിയാം. എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ധാരാളം കമ്മിറ്റി അംഗങ്ങളും വോളണ്ടിയേഴ്സൊക്കെ ഉണ്ട്. ആവശ്യപ്പെട്ടാലൊക്കെ മതിയാകും. ഇന്ന് വേദപാഠ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. 8 മണിക്കാണ് മതബോധന ക്ലാസ്സുകൾ. 8 മണി മുതൽ 9:30 വരെയാണ് മതബോധന ക്ലാസ്സുകൾ. അടുത്ത ഞായറാഴ്ച തിരുബാലസഖ്യ ദിനമാണ്. അന്ന് ദിവസം 8:30 മണിക്ക് തിരുബാലസഖ്യം കുഞ്ഞുങ്ങളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ആൻ്റണി കുരിശിങ്കൽ അച്ഛൻ നാളെ തിങ്കളാഴ്ചയാണ് ചാർജ് എടുക്കുക. നാളെ തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് അച്ഛൻ ഇവിടെ എത്തിച്ചേരും. നമുക്കറിയാം കോട്ടയം രൂപതയുടെ വികാർ ജനറൽ ആയിരുന്നു. ഇന്നലെ ഇവിടെ വന്നിരുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, കണക്കുകളൊക്കെ കാണിച്ചു. എങ്കിലും അന്ന് ഔദ്യോഗികമായിട്ട് നൽകും. ഏറെ താല്പര്യമുണ്ട് മഞ്ഞുമാതാ ബസലിക്കയുടെ വികസനപരമായ കാര്യങ്ങളിൽ. അദ്ദേഹത്തിന് വളരെ ശുഷ്കാന്തിയോടെയാണ് എല്ലാം കേട്ടതും കണ്ടതൊക്കെ. മാത്രമല്ല അദ്ദേഹം അവിടെ ആയിരിക്കുമ്പോഴും ഏറെ കരുതലും കാരുണ്യമൊക്കെ നമ്മുടെ ഈ ഇടവകയോട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മഞ്ഞുമാതാ ബസലിക്കയ്ക്കുള്ള ഒരു അംഗീകാരമാണ്, സമ്മാനമാണ്. പുതിയൊരച്ഛൻ ബഹുമാനപ്പെട്ട ആൻ്റണി കുരിശിങ്കൽ അച്ഛൻ നാളെ 5 മണിക്ക് എത്തുമ്പോൾ തീർച്ചയായും സാധിക്കുന്ന എല്ലാവരും സ്വീകരിക്കുവാൻ ഇവിടെ ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിനെല്ലാ പിന്തുണയും നൽകുക. കാരണം നമ്മുടെ ബസലിക്ക ഏറെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ തന്നെ ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തൊക്കെ എത്രയോ വാഹനങ്ങളിലാണ് ആളുകൾ വരിക. ഇപ്പോഴത്തെ ഇന്നലെയൊക്കെ എന്തുമാത്രം ജനങ്ങളാണ് വന്നത്. അപ്പോൾ ആള് കൂടാനല്ല, ഇവിടെ ദൈവം പ്രവർത്തിക്കുന്നൊരിടമാണ്. ഇനി ദൈവത്തോട് ചേർന്ന് നമ്മളും നിന്നുകൊടുത്താൽ മതി. അപ്പോൾ ഇനിയും ധാരാളം വികസനപരമായ കാര്യങ്ങൾ ഇവിടെ നടക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ആരണിച്ചൻ്റെ കൂടെ ആരുപോലെ കട്ടക്ക് നിൽക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമാകും. നാളെ അച്ഛന് ചാർജ് കൊടുത്തിട്ട് ഞാൻ പോകുന്ന കാര്യം എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ 13-ാം തീയതിയാണ് ചാലക്കുടിയിൽ ചാർജ് എടുക്കുക. അവിടെ മാതാവ് മാത്രമല്ല, ഔസപിതാവ് ഉണ്ണീശോ ഒരുമിച്ചാണ്. തിരുക്കുടുംബ ദേവാലയമാണ്. അപ്പോൾ അവിടെയും മാതാവിനെ പൊതിയും സംരക്ഷിക്കുമെന്ന് ഉറപ്പാണ്. പിന്നെ എല്ലാവരോടും നന്ദിയുണ്ട്. ചുരുങ്ങിയ വാക്ക് ഞാനൊന്നും എഴുതിയെടുത്തിട്ടില്ല, ചിലപ്പോൾ വിട്ടുപോകും. എല്ലാവർക്കും നന്ദി. ഈ അൾത്താരെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അൾത്താരയ്ക്ക് നന്ദി. അതേപോലെ ദേവാലയ ശുശ്രൂഷികൾ കപ്പ്യാര് ലാസ് ചേട്ടൻ, തോമസ് ചേട്ടൻ, പാട്ടുകാരെല്ലാവരും, മെസ്ലി ചേട്ടൻ ഉൾപ്പെടെ എൻ്റെ പാട്ട് പാടുന്ന എല്ലാ മക്കൾക്കും സഹോദരങ്ങൾക്കും നന്ദിയുണ്ട്. പിന്നെ ബഹുമാന സിസ്റ്റേഴ്സിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി. വലിയ സ്നേഹമാണ്, കരുതലാണ്. പിന്നെ ഇവിടെയുള്ള സംഘടനകൾ ഒത്തിരിയുണ്ട്, ഞാൻ മറന്നുപോകും. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച്, പ്രത്യേകിച്ച് മതബോധനമൊക്കെ കൂടെ നിൽക്കുന്ന സംഘടനയാണ് മതബോധന പ്രസ്ഥാനമൊക്കെ. പ്രത്യേകം നന്ദിയില്ല ടീച്ചേഴ്സിനും. പിന്നെ നമ്മുടെ പാരിഷ് കൗൺസിൽ, പഴയ പാരിഷ് കൗൺസിലും പുതിയ പാരിഷ് കൗൺസിലും വളരെ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും നൽകിയത്. കൂടെ ഉണ്ടായിരുന്നു. വലിയ കരുത്താണ് പാരിഷ് കൗൺസിൽ എനിക്ക് നൽകിയത്. അതന്നും ഇന്നും ഈ നിമിഷം വരെ. അപ്പോൾ പ്രത്യേകം എല്ലാ പാരിഷ് കൗൺസിലിലെ അംഗങ്ങൾക്കും നന്ദി പറയുന്നു.
പിന്നെ കൈക്കാരന്മാർ 3 പേരുണ്ട്. അത് എല്ലായ്പ്പോഴും കൂടെ ഉള്ള വ്യക്തിത്വങ്ങളാണ്. ഏറ്റവും പ്രിയപ്പെട്ട ജോസി ചേട്ടനും, അതുപോലെ പ്രിൻസ് പനകപ്പറമ്പിൽ, അതുപോലെ നമ്മുടെ ഗോഡ്വിൻ ഡി സിൽവ, ഇവരൊക്കെ നമുക്കറിയാം ദേവാലയത്തിന് വേണ്ടി ഓരോ കാര്യം ചെയ്യുമ്പോഴും എൻ്റെ കൂടെ ചേർന്ന് വലിയ കരുത്ത് നൽകിയവരാണ്. അതേപോലെ കഴിഞ്ഞ തവണത്തെയും ഈ തവണത്തെയും എല്ലാ കുടുംബ യൂണിറ്റ് ഭാരവാഹികളെയും സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാവരും വളരെ, കാരണം ഞാൻ വന്നിട്ടിപ്പോൾ 3.5 വർഷത്തോളം ആകുന്നു. 1 വർഷത്തിലേറെ കാലം കോവിഡായിരുന്നു. പക്ഷെ കോവിഡ് സമയത്തും ഞാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലി കൊടുക്കുമായിരുന്നു. പിന്നെ അതിന് ശേഷവും ഈ പള്ളിയൊക്കെ ശരിയാക്കാനായിട്ടൊക്കെ വല്ല തലച്ചിൽ അവരുടെ ഭാഗത്തൊക്കെ ഉണ്ടായി. ഇപ്പോഴും ഈ ഒരു കാര്യത്തിന്, പിതാവിൻ്റെ കാര്യത്തിനൊക്കെ ഒരു മടിയും കൂടാതെ ത്യാഗപൂർവമാണ് ഓരോ കുടുംബ ഭാരവാഹികളും സഹകരിക്കുക. പിന്നെ അവരെ ചേർത്ത് ഇണക്കുന്ന ബ്ലോക്ക് ലീഡേഴ്സ് നമുക്കുണ്ടായിരുന്നു അന്നും ഇന്നും. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ബ്ലോക്ക് ലീഡേഴ്സിനെയൊക്കെ സ്നേഹത്തിൽ ഓർക്കുന്നു. നമ്മുടെ ഇപ്പോൾ സെൻറ്റ് ജോസഫ് ബ്ലോക്കിലെ ജസ്റ്റിൻ, അതേപോലെ ലിറ്റിൽ ഫ്ലവർ ബ്ലോക്കിലെ ജെയിംസ്, പിന്നെ സെൻറ്റ് മേരീസ് ബ്ലോക്കിലെ ജോസഫ് ഏട്ടൻ, പിന്നെ സെൻറ്റ് റോക്കീസ് ബ്ലോക്കിലെ സെബാസ്റ്റ്യൻ ചേട്ടൻ, വീണ്ടും കേന്ദ്ര സമിതിയുടെ പ്രസിഡന്റ് റോയ്, പാരിഷ് കൗൺസിൽ സെക്രട്ടറി റൈജു, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ എന്നെ ഇന്നേ വരെ, ഈ നിമിഷം വരെ ആരും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല. എനിക്കിവിടെ സങ്കടങ്ങളുണ്ടായിട്ടില്ല. അപ്പോൾ അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. സ്നേഹത്തോടെയുള്ള തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ ഒരിക്കലും ഞാനോട് ദുഃഖിച്ചിട്ടില്ല. ഞാൻ തുറന്ന് ആൾത്താര വെച്ച് പറയുകയാണ്. അപ്പോൾ വലിയ സ്നേഹമാണ് എല്ലാവരും തന്നത്. ഒത്തിരി നന്ദി എല്ലാവർക്കും. അവർ ഭക്ഷിച്ച് തൃപ്തരായി. അവർ ആഗ്രഹിച്ചത് കർത്താവ് അവർക്ക് നൽകി. അവരാഗ്രഹത്തിൽ അവർ നിരാശരായില്ല. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ അൾത്താരപാലന്മാർ നല്ല മിടുക്കന്മാരാണ്. എല്ലാ അൾത്താരപാലന്മാർക്കും കൂടെ നന്ദി പറയുന്നു. ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ ബേബി ചേച്ചിയുണ്ട്, അതേപോലെ നമ്മുടെ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന റൂബി, അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന മോളി ചേച്ചിയും, അതുപോലെ ഓഫീസ് സ്റ്റാഫ് കൊച്ചുറാടയും നീതുമൊക്കെ ഒരുപാട് ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഒരു ഓർമ്മ പ്രശ്നമായിട്ട് കാണുക. ഇപ്പോഴും എപ്പോഴും സ്നേഹം. നമുക്ക് പ്രാർത്ഥിക്കാം.